എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പൊ നമുക്കിന്ന് നമ്മുടെ സ്പോർട്സ് ഡേയുടെ ലാസ്റ്റ് ദിവസമാണ്. അപ്പൊ കുറച്ച് ദിവസം നമുക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പൊ ലാസ്റ്റ് ദിവസമാണ് ഇന്ന്. നമുക്ക് സ്റ്റേഡിയത്തിലാണ് പരിപാടി. അപ്പൊ നമുക്ക് സ്റ്റേഡിയത്തിൽ പോയിട്ടുള്ള ബാക്കിയുള്ള വീഡിയോസ് കാണിച്ചു തരാം. അപ്പോൾ ഗായ്സ് ഏകദേശം ഒരു രാവിലെ 6 മണിയോട് കൂടെ നമ്മുടെ ബസ് എത്തിയിട്ടുണ്ട്. നമുക്ക് പോകാനുള്ള ബസ് ഇതാണ്. ഡ്രൈവർ ചേട്ടൻ വണ്ടി നല്ല മൂടാക്കി എടുക്കുന്നുണ്ട്. രാവിലെ തന്നെ വണ്ടി കിട്ടുന്നതുകൊണ്ടായിരിക്കും. എന്നിട്ട് നമ്മൾ ഏകദേശം ഒരു 6:30 കൂടെ നമ്മൾ ബസ്സിലേക്ക് ചാടി കയറ്റിയിട്ടുണ്ട്. നേരെ കയറി ഒന്ന് സീറ്റും പിടിച്ച് അവിടെ ഇങ്ങനെ ഇരിപ്പാണ്. നല്ല തണുപ്പ്. എല്ലാവരും തണുത്ത് വിറച്ചാണ് പോകുന്നത്. ഒരു നല്ല സൺസെറ്റും കണ്ട് നമ്മൾ വണ്ടി നൈസായിട്ട് നമ്മൾ ഹോസ്റ്റലിൻ്റെ അധികം അങ്ങ് നീങ്ങിയിട്ട് നേരെ റോഡിലേക്ക്. അപ്പോൾ നമ്മളങ്ങനെ നല്ല തണുപ്പാണ് കേസ്. ഞാനാണെങ്കിൽ 2 ബനിയനൊക്കെ ഇട്ടിരിക്കണം. നമുക്ക് അത്യാവശ്യം നല്ല സ്റ്റുഡൻസ് ഉണ്ട്. എന്നാലും ഒറ്റൊരു ബസ്സിനാണ് നമ്മൾ പോകണം. നമ്മുടെ ഹോസ്റ്റലിൽ ഏകദേശം കുറച്ച് നല്ല അത്യാവശ്യം നല്ല ദൂരം ഉണ്ട് അങ്ങോട്ടേക്ക്. പോകുന്ന വഴിക്ക് നല്ല മഞ്ഞാണ്. അപ്പം നമ്മൾ നേരെ റോഡിന് താഴേക്ക് നോക്കി കണ്ടാൽ നമുക്ക് മനസ്സിലാവും അവിടെ മൊത്തം മറിഞ്ഞിരിക്കുകയാണ്. അവിടെ മൊത്തം മലയൊക്കെയാണ് നമുക്ക്. പക്ഷെ പോകുന്ന വഴിക്ക് നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല. പിന്നെ കണ്ണടച്ച് ഉറക്കമുറങ്ങിയപ്പോൾ നമ്മൾ നേരെ നമ്മുടെ സ്റ്റേഡിയത്തിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിയപ്പോഴാണ് നമ്മളെ കഴിഞ്ഞ പോലത്തെ ഓർമ്മയൊക്കെ നമുക്ക് മനസ്സിലേക്ക് ഓടി എത്തിയത്. നമ്മളെ ചാമ്പ്യൻസ് വലതുകാലം വെച്ചിട്ട് നമ്മൾ നമ്മുടെ സ്റ്റേഡിയത്തിലേക്ക് കയറിയിട്ടുണ്ട്. കഴിഞ്ഞ പോലെ നമ്മളിവിടെ നല്ല പെർഫോമൻസ് ഒക്കെ ചെയ്തിട്ട് പോയതാണ്. അത്യാവശ്യം നല്ല ഇഞ്ചുറിയും പറ്റി. എന്നാലും നമ്മൾ നമ്മുടെ കഴിവിൻ്റെ മാക്സിമം നമ്മളിവിടെ എടുത്തിട്ടാണ് പോയത്. തണുപ്പുണ്ട് കഴിച്ചു. ഇവിടെ ഇപ്പോൾ നല്ല തണുപ്പുണ്ട്. ചെറുതായിട്ട് മഞ്ഞിൻ്റെ നമുക്ക് കാണാൻ പറ്റുമോ. ഒരു ഗവൺമെൻറ്റിൻ്റെ സ്റ്റേഡിയം ആയതുകൊണ്ട് എല്ലാ ആൾക്കാരും രാവിലെ തന്നെ പ്രാക്ടീസിനായിട്ടും അവരുടെ ഫിസിക്കലായിട്ടുള്ള എക്സസൈസും അങ്ങനെ ഓരോന്നൊക്കെ ആയിട്ട് നമ്മുടെ സ്റ്റേഡിയത്തിലൊക്കെ ഇങ്ങനെ കറങ്ങി കിടക്കണതാണ്. കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കിട്ടിയിട്ടുണ്ട്. എല്ലാ ഏജിലുള്ള ആൾക്കാരും ഇവിടെ ഒന്ന് പ്രാക്ടീസൊക്കെ ചെയ്യുന്നുണ്ട്. സ്പോർട്സിന് ഇന്നലെ പറ ചുമ്മാ തള്ളി വരയ്ക്കുക എന്തെങ്കിലുമൊക്കെ. KL 2K25 is going to start. Oh guys, going to start alla last day of KL 2K25. Okay. Guys, അപ്പോൾ നമുക്കിനി അടുത്തായിട്ട് ഇങ്ങനെ ഓരോരോ ഗെയിംസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ നമ്മൾ നമ്മുടെ ജേഴ്സി ഗ്രീൻ കളർ ജേഴ്സി. നമുക്കിവിടെ കുറേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൂടെ ഉണ്ട്. ഗൈസ്, അപ്പോൾ നമ്മൾ സ്റ്റേഡിയത്തിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ മാംഗ്ലൂർ മംഗള സ്റ്റേഡിയം എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ നമ്മുടെ സ്പോർട്സ് ഡേ ആണ് ഇവിടെ. നമ്മുടെ സ്പോർട്സ് ഡേയുടെ ലാസ്റ്റാണ് നടക്കാൻ പോണേ. അപ്പോൾ കഴിഞ്ഞ പോലെ നമ്മളിവിടെ വന്ന് നല്ലപോലെ പെർഫോം ചെയ്ത് അത്യാവശ്യം സെറ്റായതാണ്. പിന്നെ ഈ വർഷം നമ്മളൊന്നും ഇല്ല. ചെറിയതായിട്ട് കുറച്ച് ഇഞ്ചുറീസൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത്ര സീരിയസ് ആക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ കൂടിയില്ല. 200 മീറ്റർ ഓട്ടാണ്. പയ്യോടെ പതി ജോഗ് ചെയ്തോ. നടന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് പോരെ, കുഴപ്പമൊന്നുമില്ല. ഒന്നും പറയില്ല. പ്ലെയറാണ് ഇരിക്കണേ. മച്ചാൻ ജസ്റ്റ് ആയിട്ടൊന്ന് ഇതായിപ്പോയി. മുടിയെടുക്കാണ്ടായിക്കണേ.
നല്ല ജേഴ്സി കിട്ടും, നല്ല കളർഫുള്ളാണ്. ഗ്രൗണ്ട് നിറച്ച് ഇപ്പോൾ യെല്ലോ, ബ്ലൂ, റെഡ്, ഗ്രീന് ഈ 4 കളറും കൊണ്ട് നിറഞ്ഞിക്കുക. ഇതാണ് നമ്മളെ ഫസ്റ്റ് ടീം. അപ്പൊ നമ്മളെ ഹൈജമ്പാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. നസീബ് മുന്നേറിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ തന്നെയാണ് ഫസ്റ്റ്. ഒന്നും കൊണ്ട് പറയാനില്ല. വളരെ മികച്ച ഭയങ്കര ചൂടാണ് ഗൈസ്. നമ്മളത് ഏറ്റവും ചെറിയ ഏറ്റവും ചോട്ട ടീമിന്റെ റിവ്യൂ ആയിട്ട് കേട്ടോക്കാം ഗൈസ്. ഞങ്ങൾക്ക് നല്ലതാണ് സ്പോർട്സിനെ പറ്റി പറയാനുള്ളത്. പിന്നെ എല്ലാവരും ജോയലിന്റെ അക്കൗണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ BPT ഗേൾസിന്റെ റിവ്യൂ നമുക്ക് ചോദിച്ചു നോക്കാം സ്പോർട്സിനെ പറ്റി. തോപ്പിച്ചോണ്ടിരിക്കുകയാണ്. അലയുടെയാണ് വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത്. നമ്മളെ പറ്റിയാണ് പറഞ്ഞേ. ആരും സബ്സ്ക്രൈബ് ചെയ്യരുത്, കാരണം പൊട്ട ടീംസ് ആണ്. പ്രത്യേകിച്ച് ജോയില്, ക്യാപ്റ്റൻ ജോയിലൊക്കെ വളരെ വളരെ മ്ലേച്ഛമായൊരു മാത്രം ഈ വീഡിയോ പോസ്റ്റ് ചെയ്താൽ മതി. അങ്ങനെ ഒരു ഏകദേശം ഒരു 12 മണിയൊക്കെ ആയപ്പോഴേക്കും നമുക്ക് റിഫ്രഷ്മെൻറ്റ് ടൈമായി. നമുക്ക് ചെറിയൊരു പപ്സും ഒരു തണ്ണിമത്തൻ്റെ ജ്യൂസും നമുക്ക് കിട്ടിയത്. അപ്പം എല്ലാവരും നല്ല വിശപ്പുണ്ട്. രാവിലെ തന്നെ കഴിച്ചിട്ട് വന്നവരും ഉണ്ടാവും, കഴിക്കാണ്ട് വന്നവരും ഉണ്ടാവും. രാവിലെ 6 മണിക്ക് തന്നെ അവിടെ നിന്ന് ഇറങ്ങിയതാന്ന് ഓർക്കണം. അപ്പോൾ അതുകൊണ്ട് കഴിച്ചവരും ഉണ്ടാവും, കഴിക്കാത്തവരും ഉണ്ടാവും. എന്നാലും നല്ല വിശപ്പുണ്ട്. എല്ലാവരും വന്ന് കഴിക്കണമുണ്ട്. വിശന്നുകൊണ്ടാണോ ഫുഡിനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് നമ്മളെ റിഫ്രഷ്മെന്റ് കമ്മിറ്റി ചുമ്മാ റിവ്യൂറാ, ഫുഡിനെ പറ്റി റിവ്യൂറാ. പകുതി തന്നോളൂ. പകുതി ഉള്ളൂല്ലേ വെള്ളം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ പ്രതിഷേധിക്കില്ലേ? അങ്ങനെയാണ് നമ്മൾ പറയണേ. പക്ഷേ ഓക്കെ ഓക്കെ. സ്റ്റെഫി മാസ്ക് ഇട്ട് കഴിക്കണോട്ടോ. എങ്ങനെയുണ്ട് ഫുഡ്? എങ്ങനെയുണ്ട്? കൊള്ളാ. The staff in charge for 100 meters boys and girls is Miss Adina, Miss Shamala, and the student in charge for the 100 meters boys and girls are Mr. Akhil, Mr. Samuel. നമുക്കിവിടെ നിന്ന് റിഫ്രഷ്മെന്റിന്റെ സെറ്റപ്പായിട്ട് നമുക്ക് ചെറിയ പപ്സും സാധനം സെറ്റപ്പാണ്. നല്ല ഫുഡ്, അടിപൊളി അടിപൊളി പബ്സ് ആയിരുന്നു. MC പബ്സ്. അടുത്തവളാണ് പബ്സ്. അതിലാണ് എല്ലാവരും സബ്സ്ക്രൈബേഴ്സാണ് ഇവിടെ. ഗൈസ്, അപ്പോൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു ചെറിയൊരു തെറ്റുണ്ട്. ഇപ്പോൾ കുറേ വീഡിയോ എടുക്കാൻ ശ്രമിച്ചു, പക്ഷെ എന്നാലും നമുക്ക് കുറേ വീഡിയോ ഒന്നും കിട്ടിയിട്ടില്ല. നമുക്ക് ഇവൻ്റ് ഉള്ളതുകൊണ്ടും ഞാൻ പങ്കെടുത്തായതുകൊണ്ടും എനിക്കങ്ങനെ വീഡിയോസ് ഒന്നും ഒരുപാട് എടുക്കാൻ പറ്റിയിട്ടില്ല.
സബ്സ്ക്രൈബ് ചെയ്തു അടിപൊളിയായിരുന്നു. സ്പോർട്സും അടിപൊളിയായിരുന്നു. സ്പോർട്സ് ആണ് കണ്ടു. This is Harinakshi ma'am. She was a PT ma'am for the whole day. Thank you so much for ma'am for being here.